പാലക്കാട് നഗരത്തിൽ നിന്ന് അരുൺ ആലത്തൂരുണ്ട്. അരുൺ, പാലക്കാട് എത്രത്തോളമായി ശോഭായാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ? ശോഭായാത്രയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ പാലക്കാട് നഗരത്തിൽ കുന്നത്തൂർ മേട എന്ന ഭാഗത്താണ് ഞാനുള്ളത്. അവിടെ ഈ കുട്ടികളെയൊക്കെ അണിയിച്ചൊരുക്കുന്ന അവരെയൊക്കെ രാധമാരും അതുപോലെ തന്നെ കൃഷ്ണന്മാരും ഒക്കെ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തിരക്കിലാണ്. നിരവധി ബാലന്മാരാണ് ഈ ഒരു കൃഷ്ണൻ്റെയും അതുപോലെ തന്നെ രാധയുടെയും ഒക്കെ വേഷം അണിയുന്നതിന് വേണ്ടി ഈ കുന്നത്തൂർ മേട്ടിലെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പേർ ഒരുങ്ങി കഴിഞ്ഞു. കൃഷ്ണൻ്റെയും രാധയുടെയും ഒക്കെ വേഷം കെട്ടിക്കൊണ്ട് ഒരുപാട് പേർ അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞു. അതായത് അല്പസമയത്തിനകം തന്നെ ശോഭായാത്ര ഒരു 4 മണിയോടുകൂടെയാണ് പാലക്കാട് ആരംഭിക്കുക. പാലക്കാട് ചിന്മയ തപോവനിൽ നിന്ന് മഹാശോഭയാത്രയായിട്ട് പുറപ്പെട്ടിട്ട് കോട്ടയിൽ ആഞ്ജനേയ ക്ഷേത്രമുണ്ട്. അവിടെ സമാപിക്കുന്ന തരത്തിൽ അവിടെ പ്രസാദ വിതരണം ഉൾപ്പെടെ അവിടെ സമാപിക്കുന്ന തരത്തിലാണ് ഇത്തവണ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വയനാട്ടിന് വേണ്ടിയുള്ള സമർപ്പണ നിധി ഉൾപ്പെടെ ഈ ശോഭായാത്രയുടെ മുൻവശത്ത് തന്നെയായിട്ടുണ്ടാവും എന്നും ബാലഗോകുലത്തിൻ്റെയും മറ്റും അധികൃതർ നേരത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കുരുന്നുകളൊക്കെ വേഷം കെട്ടി അണിഞ്ഞൊരുങ്ങി തയ്യാറായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അവരൊക്കെ വലിയ പ്രതീക്ഷയാണ്. ഇനിയിപ്പോൾ ആ ശോഭായാത്രയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വലിയ രീതിയിൽ കാത്തു നിൽക്കുകയാണ്. മോളെ, എന്താ പേര്? എത്ര നേരം? കുറെ നേരമായോ വേഷം കെട്ടി നിൽക്കാൻ വേണ്ടിട്ട്? എന്താ പേര്? കാത്തിക്കാണോ ശോഭയാത്ര പോകാൻ വേണ്ടിട്ട്? വേഷമൊക്കെ കെട്ടിയിരിക്കുമ്പോ ക്ഷീണമുണ്ടോ? ഭക്ഷണം കഴിച്ചോ? ഒരുപാട് കുരുന്നുകളുണ്ട്. ഇത് ആദ്യമായിട്ടാണോ മോളായിട്ട് പങ്കെടുക്കുന്നത്? മുന്നേ അങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഘോഷയാത്രയ്ക്ക് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. വലിയ സന്തോഷത്തിലാണ്. കുറെ പേരെ കാണാനായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്ത് അങ്ങനെ ഒരു കുഞ്ഞ് കൃഷ്ണനെ കാണാൻ സാധിക്കും. ഈ കുഞ്ഞു കൃഷ്ണനെ ഏറ്റിയിട്ട് ആള് നടക്കില്ലേ? നടക്കും. എന്താണ് കുട്ടിയൊക്കെ കരയുന്നൊക്കെ ഉണ്ടോ? അതോ എത്ര രാവിലെ നേരത്തെ വന്നിങ്ങനെ തുടങ്ങിയാണോ വേഷം കെട്ടാനൊക്കെ? ഇല്ല, ഇപ്പൊ രാവിലെ തുടങ്ങിയതാണ്. അപ്പൊ ആള് കുറച്ചു നേരമായി സൗകര്യം ഇങ്ങനെ ചെയ്ത് ഇതാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ വൈകുന്നേരത്തെ അവസ്ഥ അറിയും. നടക്കാനൊക്കെ തായിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടെ ഇങ്ങനെ ഇതാക്കി നടക്കുന്നുണ്ട്. ഇല്ല, എന്താണ് വലിയ സന്തോഷത്തിലാണ് ഈ ഒരു ജന്മാഷ്ടമി ദിവസം ഭഗവാന്റെ ജന്മദിനം. ഫസ്റ്റ് ടൈം ആയിട്ടാണ് ആളിങ്ങനെ റെഡി ആവുന്നത്. 1.5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ ഫസ്റ്റ് ടൈം ആയിട്ടാണ് റെഡി ആവുന്നത്. അപ്പൊ അതിൻ്റെ ഉള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് എല്ലാവരും. ഏതായാലും വലിയ ഒരു ആകാംക്ഷയിലാണ് എന്നുള്ളത്. എനിക്ക് ചുറ്റും നമുക്ക് കാണാം ഒരുപാട് കൃഷ്ണന്മാരും മറ്റുമൊക്കെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരുപാട് പേർക്ക് വേഷം കെട്ടി നൽകുന്നുണ്ട്. തിരക്കിട്ട് വേഷം കെട്ടി നൽകുകയാണ്. മോനെ, എപ്പോൾ തുടങ്ങിയാണ് ഇവർക്ക് വേഷം കെട്ടി നൽകാൻ? ഇത് രാവിലെ തുടങ്ങിയതാ. എത്ര പേരെ അണിയിച്ചൊരുക്കി? എത്ര പേരിക്കുന്ന? ഒരു 10-12 പേരെ. എത്ര പേരുണ്ട് ഇവിടെ ഇങ്ങനെ വേഷം കെട്ടി നൽകുന്നത്? ഒരു ടീം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടിട്ട്. എങ്ങനെയാ, എന്തൊക്കെ വേഷങ്ങളാണ് കിട്ടുന്നത്? കൃഷ്ണനും രാധ അതൊക്കെ തന്നെയാണ്. ഒരുപാട് ഭഗവാന്മാരുടെയും ഭഗവതിമാരുടെയും ഒക്കെ വേഷമാണ് ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേരായിട്ട് ഇവർ ഇങ്ങനെ ടീമായി തിരിഞ്ഞുകൊണ്ടാണ് ഇവിടെ ഓരോരുത്തരെയും അണിയിച്ചൊരുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ രക്ഷിതാക്കളും മറ്റുമൊക്കെ വലിയ ആകാംക്ഷയോടുകൂടിയാണ് ഇവരൊക്കെ ഇങ്ങനെ ആ ഒരു കൃഷ്ണൻ്റെയും രാധയുടെയും ഒക്കെ വേഷം അണിഞ്ഞുകൊണ്ട് റോഡിലൂടെ നടക്കുമ്പോൾ ആ നാടിനെ ഒന്നാകെ അമ്പാടിയാക്കി മാറ്റിക്കൊണ്ട് അവർ ആ നടന്നു നീങ്ങുന്ന ആ ശോഭായാത്രയുടെ കാഴ്ചകൾ അത് ഏതായാലും വളരെ മനോഹരമായിരിക്കും എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഭഗവാന്റെ ഈ ജന്മദിന ദിവസം ആ ഭഗവാന്റെ വേഷം അണിയുക എന്നുള്ളത് വലിയ ഭക്തിയോടുകൂടെ തന്നെയാണ് ഓരോരുത്തരും കാണുന്നത്. അതൊരു ഭാഗ്യമായി തന്നെയാണ് ഇവരുടെയൊക്കെ രക്ഷിതാക്കൾ കരുതുന്നത്. കുട്ടികളും അതുപോലെ തന്നെയാണ്. അവരൊക്കെ വലിയ സന്തോഷത്തിലും മറ്റുമാണ് കൃഷ്ണന്റെ വേഷം അണിഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. എപ്പോ കെട്ടിയാണ് മോനെ കൃഷ്ണനെ വേഷം കെട്ടിയാണ്? കൃഷ്ണ അണി വെക്കരുത്. ആദ്യമായിട്ടാണോ മോൻ? ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട്. എത്ര നേരമായി കാത്തിക്കാൻ? എത്ര നേരം വേഷം കെട്ടി? കുറെ നേരമായോ? ആകാംക്ഷയോടെ നിൽക്കുകയാണോ ശോഭയാത്രയ്ക്ക് പോയി? അതാണ്. ഇതെന്താ ഈ ഒരു കൃഷ്ണനില്ലേ? കൃഷ്ണൻ വേണ്ട, സമ്മതിക്കുന്നില്ല. എത്ര നേരമായി? ഞാൻ എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ്. ഞാനിപ്പോൾ ഫസ്റ്റാണ് പാലക്കാട് വന്നത്. അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ കുട്ടികളാണ്. അപ്പോൾ അവരെ ഒരുക്കാനൊക്കെ പറ്റിയതിൽ വലിയ സന്തോഷം. തിരുവനന്തപുരത്ത് നിന്ന് എവിടെ? നെടുമങ്ങാട്, വെഞ്ഞാറമൂട്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ, അതായത് മറ്റ് സ്ഥലങ്ങളിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾ, ഇപ്പോൾ സ്വന്തം നാട് മറ്റിടത്തൊക്കെ ആണെങ്കിലും പങ്കെടുക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഇവിടെ എത്തി
ഇത്തരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ ആ ശോഭായാത്രയുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 മണിക്കാണ് ശോഭായാത്ര ആരംഭിക്കുക. ചിന്മയ തപോവനിൽ നിന്നാണ് പാലക്കാട്ടെ ശോഭയാത്ര ആരംഭിക്കുന്നത്. ചിന്മയ തപോവനിൽ നിന്ന് തുടങ്ങി കോട്ടയിൽ ആഞ്ജനേയ ക്ഷേത്രത്തിൽ അവസാനിക്കുന്ന തരത്തിലാണ് പാലക്കാട് ശോഭായാത്രയുടെ ക്രമീകരണം ഇത്തവണ ബാലഗോകുലം ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും ആ ബാലഗോകുലത്തിന്റെ മഹാശോഭായാത്രയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വലിയ ആകാംക്ഷയോടുകൂടെ തന്നെ കാത്തിരിക്കുകയാണ്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. ഒരുപാട് കണ്ണന്മാർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു, രാധമാർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.